നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആക്ച്വലി പൈത്തൻ്റെ ഡേറ്റ ടൈപ്പുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റ ടൈപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. കാര്യം നമ്മൾ ആക്ച്വലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ഡേറ്റ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഡേറ്റിനെ പ്രോസസ്സ് ചെയ്യാനാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു പ്രോഗ്രാമിംഗിലായിക്കോട്ടെ, ഇപ്പോൾ പൈത്തൺ ആയിക്കോട്ടെ, ജാവ ആയിക്കോട്ടെ, ജാവ സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ, ഇറ്റ് വിൽ ബി വർക്ക് ഓൺ ദ ഡേറ്റ. ഡേറ്റയിൽ വർക്ക് ചെയ്തിട്ടായിരിക്കും നമുക്കൊരു പെർട്ടിക്കുലർ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു പ്രോസസ്സ് ചെയ്യണം, ആ ഒരു ഡേറ്റിനെ നമുക്ക് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു പാർട്ടിലാണ് നമുക്ക് ഡേറ്റ ടൈപ്സിൻ്റെ ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അത്ര വലുതാകുന്ന മനസ്സിലാവും നമുക്ക്. അവിടെ ആണെങ്കിൽ നമ്മൾ ഹ്യൂമൻ ബീങ്സിൻ്റെ കാര്യം ഒന്ന് എടുത്ത് നോക്കാം. അതായത് 4 ഇതെന്ന് പറയുന്നത് ആക്ച്വലി ഒരു നമ്പറാണ്. അതുപോലെ തന്നെ 4 ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു വേർഡാണ്. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊരു നമ്പറാണ്, ഇതൊരു 4 ആണ്, അല്ലെങ്കിൽ ഇത് രണ്ടും ഡിഫറെൻറ്റ് ഡേറ്റയാണ്. അപ്പോൾ ഇത് പ്രോസസ്സ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇങ്ങനെയും കുറേ ഡേറ്റ ഉണ്ടെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കേസ് എടുത്താലും ഇവിടെയും നമുക്ക് കൊടുക്കേണ്ടത് ഇങ്ങനെ പല പല ഡേറ്റാസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡേറ്റ, അല്ലെങ്കിൽ പല തരത്തിലുള്ള ഡേറ്റ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ആ ഒരു പലതരത്തിലുള്ള ഡേറ്റയാണ് ആക്ച്വലി ഇവിടെ കൊടുത്തേക്കുന്നത്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അകത്ത് വരുന്ന ടൈപ്പ് ഓഫ് ഡേറ്റ. ഇപ്പോൾ പൈത്തൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പൈത്തൻ്റെ അകത്ത് ഇത്രയും ടൈപ്പിലുള്ള ഡേറ്റകൾ ഉണ്ടായിരിക്കും. അതാണ് ഡേറ്റ ടൈപ്പുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ടെക്സ്റ്റ് ടൈപ്പ് ഉണ്ടായിരിക്കും, അപ്പോൾ അതിനെ ഡിഫൈൻ ചെയ്യുന്ന സ്ട്രിങ് വെച്ചിട്ടായിരിക്കും. ന്യൂമറിക് ടൈപ്പ് ഉണ്ടായിരിക്കും, അതിനെ നമുക്ക് ഇൻറ്റീജർ, ഫ്ലോട്ട്, കോംപ്ലക്സ് എന്ന രീതിയിലൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതായത് ഇപ്പോൾ ഇൻറ്റീജർ എന്നിപ്പോൾ 4 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ടൈപ്പ് ആയിരിക്കും. 4.0 എന്ന് പറയുന്നതോ ഒരു ഫ്ലോട്ട് ടൈപ്പ് ആയിരിക്കും. അതായത് നമ്മുടെ പോയിൻ്റ് വരുന്നതുകൊണ്ട് ഫ്ലോട്ടായിട്ട് മാറും. അതുപോലെ തന്നെ സീക്വൻസ് ഉണ്ട്. ഈ സീക്വൻസ് ടൈപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി നമ്മൾ ഡേറ്റേനെ എങ്ങനത്തെ തരത്തിലുള്ള ഡേറ്റ എന്നുള്ള അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതായത് ഇത്രയും തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റേനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കാറ്റഗറീസ് ഓഫ് ഡേറ്റയുണ്ട്. അപ്പോൾ ഇതിൽ ലിസ്റ്റ്, ഈ സീക്വൻസ് ഡേറ്റയിൽ തന്നെ ലിസ്റ്റ്, ടപ്പിൾ, റേഞ്ച് എന്ന് പറയുന്ന തരത്തിൽ ഡേറ്റയുണ്ട്. അതായത് നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി, ഇത് നിങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ട സംഭവമൊന്നും അല്ല. ഇങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഡേറ്റ ടൈപ്പ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ പല പ്രൊജക്റ്റുകളോ അല്ലെങ്കിൽ നമ്മൾ പല പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കുമ്പോൾ കൂടുതലും ഇതിലേക്ക് നമുക്കൊരു ഐഡിയ കിട്ടാൻ തുടങ്ങും. അങ്ങനെയായിരിക്കും നമ്മൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അല്ലെങ്കിൽ നമ്മളൊരു പ്രൊജക്റ്റൊക്കെ ചെയ്ത് പഠിക്കുമ്പോഴായിരിക്കും ഇതിൽ കൂടുതൽ നമുക്ക് ഡെപ്തായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡേറ്റേനെ ഇങ്ങനത്തെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നതായിരിക്കും. ടപ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിക്ഷണറി എന്ന് പറയുന്നത് ഒരു കീ ഉണ്ടായിരിക്കും, അതുപോലെ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു കീ പെയർ വാല്യൂ, അതായത് ഇതിനെ വിളിച്ച് നമുക്ക് ഇത് കിട്ടും എന്ന തരത്തിലുള്ള ഒരു ടൈപ്പായിരിക്കും. സെറ്റ് നമുക്കറിയാം, ഇതിൻ്റെ അകത്ത് വരുന്ന ഡേറ്റ ആയിരിക്കും. അതായത് ഇങ്ങനെയൊക്കെ ഡേറ്റ ഇങ്ങനത്തെ തരത്തിലൊക്കെ ഡേറ്റ അറേഞ്ച് ചെയ്ത് വെക്കാനും ഇങ്ങനെയൊക്കെ നമുക്ക് ഡേറ്റ എടുക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ. പല ടൈപ്പിലാണല്ലോ നമ്മളിപ്പോൾ ഡേറ്റേനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതും നമ്മളതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതും. അതുപോലെ ബൂളിയൻ ടൈപ്പ് ഉണ്ട്, അതായത് ട്രൂ ഓർ ഫാൾസോ ആയിരിക്കും. അതുപോലെ ബൈറ്റ് ഉണ്ട്, അതായത് 1 0 ആ തരത്തിലുള്ളത്. പിന്നെ നോൺ ടൈപ്പ്. അപ്പോൾ ഇതാണ് സിംപ്ലി പറയുവാണെങ്കിൽ ഡേറ്റ ടൈപ്പ്. അപ്പോൾ സിംപ്ലി ഒരു ഡേറ്റ ടൈപ്പ് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ടൈപ്പ് ഓഫ് ദ ഡേറ്റ. അതായത് ഒന്നെങ്കിൽ ഇങ്ങനെ ഇൻറ്റീജറോ അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രിങ്ങോ. ഈ സ്ട്രിങ് നമ്മൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഇപ്പോൾ പൈത്തൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇങ്ങനെ വേർഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആക്ച്വലി ഡബിൾ കോട്ടോ അല്ലെങ്കിൽ സിംഗിൾ കോട്ടിൻ്റെ അകത്തായിരിക്കും. ഇപ്പോൾ ഈ ഒരു 4നെ എടുത്തിട്ട് ഞാൻ സിംഗിൾ കോട്ടിൻ്റെ അകത്തിട്ടാൽ ഇതൊരിക്കലും ഇൻറ്റീജർ അല്ല. കാര്യം സിംഗിൾ കോട്ടോ ഡബിൾ കോട്ടിൻ്റെ അകത്ത് എന്തൊരു വാല്യൂ വന്നാലും അതിനെന്ത് എടുക്കും, സ്ട്രിങ് ആയിട്ട് എടുക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഡേറ്റിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പലതരത്തിലുള്ള ഡേറ്റയിനെയാണ് നമുക്ക് എന്തെന്ന് പറയുക, ഡേറ്റ ടൈപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പൈത്തണിലുള്ള ഡേറ്റ ടൈപ്പുകളാണ് ഇത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ കൂടുതൽ ഇതിലേക്ക് ഡെപ്തായിട്ട് ഇറങ്ങും. ഇപ്പോൾ ഡിക്ഷണറി എന്താണ്, ലിസ്റ്റിനെ ടപ്പിൾ, നമ്മൾ കൃത്യമായിട്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ പഠിക്കും നമ്മൾ വരുന്ന വീഡിയോസുകളിൽ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്നും ഓർത്ത് വെറി ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെയാണ് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് മാത്രം ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇതിലെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. നമുക്ക് ഇനിയും ഇത് നമുക്ക് ക്ലിയർ ചെയ്ത് തരാം.